വീട്ടിൽ പോവാം, കാട്ടി പോവാം. കളനെ കണ്ടാ പേടിക്കോ? പോവാ, നാട് വിട്ടു പോവാ. ഇന്ന് മിക്ക വീടുകളിലും ഇതുപോലുള്ള പലതരം ഫലവൃക്ഷങ്ങളുണ്ട്. കായ്ച്ചു കുലമറിഞ്ഞു കിടപ്പുണ്ട്. ബാല്യം അറിഞ്ഞ് എറിഞ്ഞും മറിഞ്ഞും നടക്കാൻ കുട്ടികളില്ല. എല്ലാ പണികളും എളുപ്പമാക്കാനുള്ള എത്രയെത്ര യന്ത്രങ്ങൾ. എന്നിട്ടും ആർക്കും ഒന്നിനും സമയം തികയാത്ത കാലം. എന്താ ചേട്ടാ, എന്താ ചേച്ചി, രണ്ടു കൈയിലും കൈ നിറയെ കുട്ടി, കൈ നിറയെ കുട്ടി. മോനെ വീഴരുതേ, കൊട്ട കൊട്ട. ഒരുപാട് പര്യായ പദങ്ങൾക്കുടമ. ഇരുമ്പൻ, ഇലുമ്പൻ, സീമൻ, ചീമൻ, പുളിഞ്ചിക്ക, കോയക്ക, ബിലിമ്പി, ഇങ്ങനെ. ഇനി ചാടിക്കാൻ പോണേ. 3, 2, 1. നമുക്ക് പോയി പറിക്കാം. ഒരു പ്രദേശത്ത് 1-2 വീട്ടിലുണ്ടാവും ഈ കുഞ്ഞുമരം. അടിമുടി പൂത്തുലഞ്ഞ് കായ്ച്ചങ്ങനെ കിടക്കും. പൂക്കൾ മുതൽ പഴുത്തത് വരെ മിക്കപ്പോഴും ഉണ്ടാവും. പള്ളിക്കൂടത്തിലെത്തിച്ച് ബാർട്ടർ കച്ചവടം പൊടിപിടിച്ചിരുന്നൊരു കാലം. 1 ഇഞ്ച് കല്ലുപെൻസിൽ, 2 തുള്ളി മഷി, 1 തുണ്ട് പേരയ്ക്ക, 2 നെല്ലിക്ക, 2 ഉണ്ണിമാങ്ങ, 1 മുറി ചാമ്പയ്ക്ക, ഇതൊക്കെ ഇലിമ്പിപ്പുളിക്കൊപ്പം കച്ചവടവേദിയിലെത്തിയിരുന്ന കാലം. ഞങ്ങളുടെയൊക്കെ ബാല്യം ഇவ்விധം സമൃദ്ധമായിരുന്നു. എന്തെല്ലാമാണ് ആ പള്ളിക്കൂട നടത്തത്തിനിടയിൽ കണ്ടുപിടിക്കുക. പോഷകങ്ങളുടെ കലവറകളായ എത്രയോ കായ്കനികളാണ് നിത്യവും അകത്താക്കിയിരുന്നത്. ഇട്ടോ, ഇങ്ങനെ ഇട്ടോ, ഇങ്ങനെ ഇട്. നോക്ക് നോക്ക്, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുക, ഇങ്ങനെ എടുക്ക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക. തീവ്രമായ കയ്പിന്റെ മലയാളം, കയ്പിന്റെ മലയാളം, കയ്പിന്റെ മലയാളം. രോഗപരിഹാരത്തിന് ഇലിമ്പം പുളിയുടെ തനിനീര് തുടരെ കഴിച്ച ചില രോഗികളുടെ കിഡ്നി കേടായി. ഇതിൽ അതിശയിക്കാനൊന്നുമില്ലെങ്കിലും അതോടെ ഇലിമ്പൻ അനഭിമതനായി. വിവരമുള്ളവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അധികമായാൽ അമൃതും വിഷമാകുമെന്ന്. വീട്ടിൽ പോവാം, ഇപ്പൊ ഡോബി ചെല്ലേ. ഡോബി ആരെങ്കിലും കാട്ടി പോവാന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ കൂടത്തില്ല. ജഗ്ഗേ, നമ്മൾ കഴിക്കാറുള്ള മിക്ക പഴങ്ങളിലും പച്ചക്കറികളിലും കിഴങ്ങുകളിലും ഇലക്കറികളിലും ഒക്കെയുള്ള ഓക്സലേറ്റ് ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ ഏത്തപ്പഴം കഴിക്കുന്നത് പോലെ ഇലുമ്പം പുളി കഴിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? നന്നായി കഴുകി വെള്ളം വാലാൻ വെച്ചു. വെള്ളം തോർന്ന ഇലിമ്പികളുടെ തലയും വാലും മുറിച്ച് 2ആയി പിളർന്ന് 3ആയി കീറി മുറിച്ചു. ഇനി ഇപ്പൊ പറിച്ചതിനേക്കാളും ഇനി നിൽക്കുക. സ്റ്റാർ ഫ്രൂട്ട്, നക്ഷത്രപ്പുളി. ഉപ്പ്, കാശ്മീർ മുളക് പൊടിച്ചത്, കായം പൊടിച്ചത്, ഉലുവ പൊടിച്ചത്, വെളുത്തുള്ളി തൊലി കളഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, കടുക്, ഉലുവ, നുറുക്കിയ ഉണക്കമുളക്, കറിവേപ്പില, നല്ലെണ്ണ, എല്ലാവരും ഉഷാർ. എല്ലാം കൂടി ഇളക്കി മറിച്ച് ഒന്നാക്കി. അതിലേക്ക് ഇലിമ്പനെ മറിച്ചിട്ടു.
തിരിച്ചിട്ടും മറിച്ചിട്ടും ഇളക്കി കൂട്ടി ഉരുളി വാങ്ങിവെച്ചു. ഇലുമ്പനും അനതാരികൾക്കും പലതരം രാസകൈമാറ്റങ്ങൾ നടത്താനുള്ള അവസരമാണിനി. അടുക്കള രഹസ്യങ്ങൾ, അടുക്കളയിലെ രസതന്ത്രങ്ങൾ. വാങ്ങുമ്പോൾ വരണ്ടിരുന്ന അച്ചാറിന്റെ ഭാവമാറ്റം കണ്ടോ? മറ്റ് അനതാരികളെല്ലാം ചേർന്ന് ഇലുമ്പന്റെ പുളിരസത്തെ തന്ത്രപൂർവ്വം പുറത്തിറക്കിയ രസതന്ത്രം. ആറിയ ഇലുമ്പൻ അച്ചാർ കഴുകി ഉണക്കി വച്ചിരുന്ന ഭരണിയിലേക്ക്.